ആദ്യത്തെ ബഹിരാകാശ യാത്രികൻ ആരാണ്? നമ്മൾ സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഉത്തരം യൂറി ഗഗാറിൻ. 1961 ഏപ്രിൽ 12-നാണ് സോവിയറ്റ് യൂണിയന്റെ യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തിയ ആദ്യ മനുഷ്യനായി മാറിയത്. പ്രപഞ്ചത്തിന്റെ കൊളംബസ് എന്നാണ് ഗഗാറിൻ അറിയപ്പെട്ടത്. ബഹിരാകാശത്ത് നിന്ന് ഭൂമിയെ നോക്കി ഗഗാറിൻ പറഞ്ഞു, ഭൂമി നീലയാണ്, അതിസുന്ദരമാണ്. ബഹിരാകാശ പര്യവേക്ഷണങ്ങൾക്ക് വാതിൽ തുറന്ന ചരിത്രയാത്രയായിരുന്നു അത്. നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ എന്തിനാണ് ഞാൻ ഇപ്പോൾ പറയുന്നതെന്ന്. ഇതൊക്കെ അറിയാത്ത മനുഷ്യരുണ്ടോ എന്ന്. ഉണ്ടെന്ന് മാത്രമല്ല, തെറ്റായ വസ്തുതകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന മുൻ കേന്ദ്രമന്ത്രിയുണ്ട് നമ്മുടെ രാജ്യത്ത്. BJP നേതാവ് അനുരാഗ് ഠാക്കൂർ പറയുന്നത് ഹനുമാനാണ് ആദ്യമായി ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്തതെന്നാണ്. ഹിമാചൽ പ്രദേശിലെ ശ്രീ ജവഹർ നവോദയ വിദ്യാലയത്തിൽ ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ചടങ്ങിലാണ് ഠാക്കൂറിന്റെ ഈ സ്റ്റഡി ക്ലാസ്. ആ കുട്ടികളോട് ചോദിക്കുന്നുണ്ട് അനുരാഗ് ഠാക്കൂർ. കുട്ടികൾ നീൽ ആംസ്ട്രോങ് എന്നാണ് മറുപടി പറയുന്നത്. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യ മനുഷ്യനാണെന്ന് പറഞ്ഞ് കുട്ടികളെ തിരുത്തുന്നതിന് പകരമാണ് വർത്തമാന കാലത്ത് ജീവിക്കരുതെന്ന് മുൻ കേന്ദ്രമന്ത്രി പറയുന്നത്. हम अपने हजारों वर्ष पुरानी परंपरा, ज्ञान, संस्कृति, जब तक हमें उसका ज्ञान नहीं होगा तो जो अंग्रेजों ने दिखाया हम वहीं तक सीमित होकर रह जाएंगे. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് മുതലാണ് ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തുടങ്ങിയതെന്ന്? ഇന്ത്യയുടെ അഭിമാന ദൗത്യം ചന്ദ്രയാൻ 3 ചന്ദ്രനിലിറങ്ങിയ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രഖ്യാപനമായിരുന്നു അത്. शिव में मानवता के कल्याण का संकल्प समाहित है और शक्ति से हमें उन संकल्पों को पूरा करने का सामर्थ्य मिलता है. ഗഗൻയാൻ ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ സ്വപ്ന ദൗത്യമാണ്. ആ ദിനത്തിനായി കാത്തിരിക്കുകയാണ് ഓരോ ഇന്ത്യക്കാരനും. അതിനിടയിലാണ് രാജ്യത്തെ ശാസ്ത്രലോകത്തെ നമ്മുടെ കുതിച്ചുചാട്ടങ്ങളെ പിറകോട്ടടിക്കുന്ന പ്രസ്താവന മുൻ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. പ്രസ്താവന നടത്തുക മാത്രമല്ല കേട്ടോ, സ്വന്തം സമൂഹ മാധ്യമ അക്കൗണ്ടിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് അനുരാഗ് ഠാക്കൂർ. ചരിത്രത്തെ പാഠപുസ്തകങ്ങളിലൂടെ മാറ്റിയെഴുതാൻ BJP പണിയെടുക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. രാവണൻ ആദ്യത്തെ പൈലറ്റ് എന്ന് ഇനി പറയുമോ എന്തോ? നാസയും ഇസ്രോയും ഒക്കെ തിരുത്തേണ്ടി വരുമോ? ശാസ്ത്രബോധ്യങ്ങൾക്ക് മേൽ മിത്തുകൾ കെട്ടിവെക്കരുത്. പ്രത്യേകിച്ച് കുട്ടികളുടെ മനസ്സിൽ വിശ്വാസം വേണം. നിങ്ങൾക്ക് വിശ്വാസിയായിരിക്കാനുള്ള എല്ലാ അവകാശവും ഈ ഭരണഘടന നൽകുന്നുണ്ട്. പക്ഷേ സങ്കല്പങ്ങൾക്ക് ആധികാരിക നൽകുന്നതാകരുത് വാക്കുകൾ, പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിലിരിക്കുന്നവർ. This is a small mistake from a man, but one giant step back for mankind.